നിങ്ങളിൽ എത്ര പേർ പേഴ്സണൽ ഔഷധത്തിനായിട്ട് എടുത്ത ക്രെഡിറ്റ് കാർഡ് ബിസിനസ് എക്സ്പെൻസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം നമ്മളൊരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ പേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ എഗ്രി ചെയ്താണ് നമ്മൾ കാർഡിന് അപ്ലൈ ചെയ്യുന്നത്. ഈ പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകളുടെയൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാകും പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് പേഴ്സണൽ എക്സ്പെൻസിനായിട്ടുള്ളതാണ്, അത് അതർ ബിസിനസ് കാറ്റഗറി എക്സ്പെൻസിനായിട്ടൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന്. നമ്മളങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരു സ്ഥിതിയിൽ അത് ഫൈൻഡ് ചെയ്യുകയില്ല. നമ്മളിപ്പോൾ ബിസിനസ് എക്സ്പെൻസിനായിട്ട് സ്പെൻഡ് ചെയ്താലും അത് പേഴ്സണൽ എക്സ്പെൻസ് എന്ന രീതിയിലൊക്കെ ആയിരിക്കും ഫെച്ച് ആകുന്നത്. പക്ഷേ നമ്മൾ വലിയ ട്രാൻസാക്ഷനൊക്കെ ഈ പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ബിസിനസ് പർപ്പസിനായിട്ട് ഉപയോഗിച്ച് കഴിയാൻ നേരത്ത് അതവർ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഒരു പക്ഷേ ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കാം. ഇങ്ങനെ കാർഡ് ബ്ലോക്ക് ആയിപ്പോയ നിരവധി ആളുകളുണ്ട്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകൾ കൂടാതെ ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകളും അവൈലബിൾ ആണെന്ന് എത്ര പേർക്കറിയാം? നമുക്ക് HDFC ബാങ്ക് ആണെങ്കിലും ICICI ബാങ്ക് ആണെങ്കിലും ആക്സിസ് ബാങ്ക് ഒക്കെ ആണെങ്കിലും ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകളും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഫ്രീലാൻസർ ആയിക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്ഥാപനമുണ്ടെന്ന് കരുതിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് എടുക്കുവാനായിട്ട് സാധിക്കും. പേഴ്സണലി എനിക്കും ഒരു ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. എനിക്ക് ആദ്യം കിട്ടിയ എൻ്റെ ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് IT റിട്ടേൺ ഫയൽ ചെയ്ത ഡോക്യുമെൻ്റ് കൊടുത്താണ്. കാരണം ഞാൻ സെൽഫ് എംപ്ലോയ്ഡ് ആണ്. അപ്പോൾ എനിക്ക് സാലറി സ്ലിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ IT റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ ഡോക്യുമെൻ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അത് കൊടുത്താണ് ഞാൻ എൻ്റെ ആദ്യത്തെ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തത്. അപ്പോൾ എനിക്ക് അന്ന് ഇഷ്യൂ ചെയ്ത് കിട്ടിയത് HDFC ബാങ്കിൻ്റെ മണി ബാക്ക് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ആയിരുന്നു. പിന്നീട് ഇപ്പോൾ നിലവിൽ അത് ബിസിനസ് റിഗാലിയ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടി. സോ എൻ്റെ ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ബിസിനസ് റിഗാലിയ ആണ്. ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകൾ വൈഡായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് നിലവിൽ HDFC ബാങ്ക് ആണ്. HDFC ബാങ്കിൽ ബിസിനസ് മണി ബാക്ക്, ബിസ് ബ്ലാക്ക്, അതുപോലെ തന്നെ ബിസ് ഫസ്റ്റ് എന്നിങ്ങനെ പല വേരിയൻ്റ് ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകളും അവൈലബിൾ ആണ്. അപ്ലൈ ചെയ്യുന്ന മിക്കവർക്കും ആ ഒരു വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഇഷ്യൂ ചെയ്ത് കിട്ടാറുണ്ട്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആണ്, അല്ലെങ്കിൽ ഫ്രീലാൻസർ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ IT റിട്ടേൺ ഫയൽ ചെയ്ത ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് ബിസിനസ് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ തന്നെ ആ ഒരു കാർഡ് ഇഷ്യൂ ചെയ്ത് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ പേരിലും ക്രെഡിറ്റ് കാർഡ് എടുക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോർമൽ പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതേപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആണ്, അങ്ങനെ ഉള്ളൊരു കാറ്റഗറി ആളാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് വേണം എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ. ആദ്യം പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡും തമ്മിലുള്ള കീ ഡിഫറൻസസ് നോക്കാം. പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ എക്സ്പെൻസിനായിട്ട് ഡിസൈൻ ചെയ്ത ഒരു വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് കാറ്റഗറിയാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ പേഴ്സണൽ ഷോപ്പിംഗ്, അതേപോലെ തന്നെ നമ്മളുടെ ഹോം എക്സ്പെൻസസ്, പിന്നെ നമ്മളുടെ ട്രാവൽ എക്സ്പെൻസസ്, ഓൺലൈൻ ഷോപ്പിംഗ് എന്നിങ്ങനെയുള്ള നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസിനായിട്ട് ഡിസൈൻ ചെയ്ത ഒരു വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ്സ് ആണ് ഈ ഒരു പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ്സ്. നമ്മൾ കാർഡ് അപ്ലൈ ചെയ്യുന്ന നമ്മളുടെ ഇൻകം പ്രൂഫ് വെച്ചായിരിക്കും. ഒന്നെങ്കിൽ നമ്മൾ സാലറി സ്ലിപ്പ് കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്ത കൊടുക്കും. കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മളുടെ പേരിലായിരിക്കും. അതുപോലെ തന്നെ സിബിലിൽ നമ്മളുടെ പ്രൊഫൈലിലായിരിക്കും ആ ഒരു കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു ക്രെഡിറ്റ് ജേർണിയിലായിരിക്കും ആ ഒരു കാർഡ് ആഡ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയാണ് പേഴ്സണൽ ക്രെഡിറ്റ് കാർഡുകൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പേഴ്സണൽ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഗ്രോസറി പർച്ചേസ് ചെയ്തു, അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ഒരു ബിസിനസ് എക്സ്പെൻസിനായിട്ട് വലിയൊരു എമൗണ്ട് ആ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താലും അത് പേഴ്സണൽ കാറ്റഗറി എക്സ്പെൻസ് എന്ന രീതിയിലായിരിക്കും നോർമലി അവർ ഫെച്ച് ചെയ്യുന്നത്. നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസിനായിട്ട് വലിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷനൊക്കെ ആയിട്ട് പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിൽ ക്യാഷ് ബാക്കും റിവാർഡ് പോയിൻ്റൊക്കെ ഏൺ ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളുടെ കാർഡ് ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് എക്സ്പെൻസസ് ലൈക്ക് ഇപ്പോൾ വെൻഡർ പേയ്മെൻറ്റ്, പിന്നെ നമ്മളുടെ ഓഫീസ് റിലേറ്റഡ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ, നമ്മുടെ സബ്സ്ക്രിപ്ഷൻ, നമ്മൾ പല രീതിയിലുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻസിൻ്റെ പേയ്മെൻറ്റ്, പിന്നെ ഇപ്പോൾ ആഡ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ്, അങ്ങനെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നൊരു ക്രെഡിറ്റ് കാർഡ് കാറ്റഗറിയാണ് ഈ ഒരു ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ്സ്. നിങ്ങളൊരു ബിസിനസ് ഓണർ ആണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രീലാൻസർ ആണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡും നമ്മൾ
നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ മണിയും അതുപോലെ തന്നെ ബിസിനസ് മണിയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പേഴ്സണൽ എക്സ്പെൻസിനായിട്ട് പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡും ബിസിനസ് എക്സ്പെൻസിനായിട്ട് ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡും സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് നോക്കാം. ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എക്സ്പെൻസ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസസ് നിങ്ങളുടെ പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു. നിങ്ങളുടെ ഷോപ്പിംഗ് ആണെങ്കിലും ഹോം റിലേറ്റഡ് എക്സ്പെൻസിനാണെങ്കിലും ഒക്കെ നിങ്ങളുടെ പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നു. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് നമുക്ക് നമ്മുടെ ബിസിനസ്സും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനായി കഴിയും. അതേസമയം നിങ്ങളൊരു പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അത് പേഴ്സണൽ എക്സ്പെൻസിനായിട്ടും ബിസിനസ് എക്സ്പെൻസിനായിട്ടും മിക്സ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മിക്സ് ആയിട്ട് പോകും. അത് സെപ്പറേറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്യുക എന്നതൊക്കെ അറ്റ് ദ എൻഡ് വരുന്ന സമയത്ത് ബുദ്ധിമുട്ടായിട്ട് മാറും. പിന്നെ റിവാർഡ് പോയിന്റ് ആനുകൂല്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് മൂവി ബെനിഫിറ്റ് അതുപോലെ തന്നെ ട്രാവൽ ബെനിഫിറ്റ് ഡൈനിങ് ബെനിഫിറ്റ് എന്നിങ്ങനെ പല രീതിയിലുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡിലാണെങ്കിലും പലതരത്തിലുള്ള റിവാർഡ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കൂടുതലും നമ്മൾ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റിനൊക്കെ നമുക്ക് ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകളൊക്കെ ആണെങ്കിൽ നമുക്ക് റിവാർഡ് പോയിന്റ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ട്രാവൽ റിലേറ്റഡ് എക്സ്പെൻസ് പിന്നെ ലോഞ്ച് ആക്സസ് ഒക്കെ ഈ പറഞ്ഞ രീതിയിൽ ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് കിട്ടും. പിന്നെ ഇൻഷുറൻസ് കവറേജുകൾ വരുന്നുണ്ട്. അത് നമുക്ക് നമ്മളുടെ ബിസിനസ് നമുക്ക് ആ കവറേജിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ബിസിനസ് ഫോക്കസ് ചെയ്തുള്ള ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡിൽ കിട്ടുക. പിന്നെ വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഹയർ ലിമിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോർമലി നമ്മുടെ പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡിൽ കിട്ടുന്ന ലിമിറ്റിനേക്കാൾ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിനേക്കാൾ ഉയർന്ന ലിമിറ്റ് നമുക്ക് ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡിൽ കിട്ടും. കാരണം നമുക്ക് ബിസിനസ് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ വലിയ വലിയ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരും. സോ ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ഹയർ ലിമിറ്റ് അനുവദിച്ച് കിട്ടും. പേഴ്സണലി എനിക്ക് അത്യാവശ്യം നല്ലൊരു ലിമിറ്റാണ് എൻ്റെ ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡിലുള്ളത്. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എംപ്ലോയി കാർഡാണ്. ചില ഫിൻടെക് കമ്പനികളൊക്കെ ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ട് അതിന് അണ്ടറിൽ എംപ്ലോയി കാർഡും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്ത് നൽകാറുണ്ട്. ഇങ്ങനെ എംപ്ലോയി കാർഡ് ഉണ്ടെങ്കിൽ ആ കാർഡ് നമ്മുടെ എംപ്ലോയീസിന് നൽകിയിട്ട് അവർക്ക് ആ ഒരു എംപ്ലോയി കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അവരുടെ സ്പെൻഡിങ് നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു അഡ്വാൻറ്റേജ് ബിസിനസ് ക്രെഡിറ്റ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. നോർമൽ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ക്രെഡിറ്റ് ആയിരിക്കും ബിൽഡ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ കമ്പനിയുടെ പേരിലാണ് ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതെങ്കിൽ കമ്പനിയുടെ പേരിലായിരിക്കും ക്രെഡിറ്റ് പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നത്. നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഉപകാരപ്രദമാകും. ഒരു ബിസിനസ് ലോണൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്രദമാകും. ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് നമ്മൾ സെൽഫ് എംപ്ലോയ്ഡ് ആണ് ഇല്ലെങ്കിൽ ഫ്രീലാൻസർ ആണ് നമ്മളുടെ പേഴ്സണൽ ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത ഡോക്യുമെൻ്റ് കൊടുത്താണ് നമ്മൾ ബിസിനസ് വേരിയൻ്റ് കാർഡ് എടുക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ ക്രെഡിറ്റ് പ്രൊഫൈലായിരിക്കും അപ്ഡേറ്റ് ആവുക. ഇനി ബിസിനസ് ഓണർ ആണ് സെൽഫ് എംപ്ലോയ്ഡ് ആണ് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് വേണം? ഒന്നാമത്തേത് ക്ലീൻ അക്കൗണ്ടിങ്. നമുക്ക് ബിസിനസ് അതുപോലെ തന്നെ പേഴ്സണൽ എക്സ്പെൻസ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. അറ്റ് ദ എൻഡ് ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്ന സമയം നമുക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് അക്കൗണ്ടൻ്റ് ഉണ്ടെങ്കിൽ അവർക്കത് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കും. മറ്റൊരു ബെനിഫിറ്റ് ആണ് ടാക്സ് ബെനിഫിറ്റ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അല്ല, നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അത് പല രീതിയിൽ നമുക്ക് ഹെൽപ്ഫുൾ ആകും. കാരണം നമുക്ക് ഈ ബിസിനസ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഡിഡക്ഷൻസ് നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം. നമുക്ക് GST ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാം. അതേപോലെ തന്നെ നമുക്കൊരു ഓഡിറ്റ് റെക്കോർഡും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കൊരു ബെറ്റർ ക്യാഷ് ഫ്ലോ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു 45 to 48 ഡേയ്സിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡിൽ നമുക്ക് ഫണ്ട് റോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് കസ്റ്റമർ പേയ്മെൻ്റ് ഒക്കെ അല്പം ഡിലേ ആയാലും നമുക്ക് കാർഡ് ഉപയോഗിച്ച് വെൻഡർ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കൊരു ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് വലിയ കമ്പനിയോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. നിങ്ങളൊരു ഫ്രീലാൻസർ ആയിക്കോട്ടെ, ഒരു യൂട്യൂബർ ആയിക്കോട്ടെ, ഓൺലൈൻ സെല്ലർ ആയിക്കോട്ടെ, കൺസൾട്ടൻ്റ് ആയിക്കോട്ടെ, ഏജൻസി ഓണർ ആയിക്കോട്ടെ, ഒരു ചെറിയ ഷോപ്പ് ഓണർ ആയിക്കോട്ടെ, നിങ്ങൾക്കും ഒരു ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് സാധിക്കും. IT റിട്ടേൺ ഫയൽ ചെയ്ത ഡോക്യുമെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് മിസ്റ്റേക്സ് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നിങ്ങളുടെ പേഴ്സണൽ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് വലിയ ബിസിനസ് സ്പെൻഡിങ്ങിനായിട്ടൊന്നും ഉപയോഗിക്കാതിരിക്കുക. അത് അവർ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കാം. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസും ബിസിനസ് എക്സ്പെൻസും നമ്മൾ മിക്സ് ചെയ്യാതിരിക്കുക. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എംപ്ലോയി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക. ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഈ ഒരു ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഫ്രീ മണി അല്ല, അതൊരു ഫൈനാൻഷ്യൽ ടൂളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന തുക നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് റീപേ ചെയ്യാൻ പറ്റിയിരിക്കണം. അങ്ങനെ ഫണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെടുത്ത് ഉപയോഗിക്കാവൂ. അല്ലാതെ നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫൈനാൻഷ്യൽ ഡേറ്റ് ട്രാപ്പിലായിരിക്കും പോയി പെടുന്നത്. ഇനി പ്രധാനമായിട്ടും വേണ്ട ഡോക്യുമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫ്രീലാൻസർ ആണ് ഇല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ്
ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിലായിരിക്കും ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്ത് ഡോക്യുമെൻറ്റ് കൊടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ കമ്പനിയുടെ പേരിലാണ് നമ്മൾ കാർഡ് എടുക്കാൻ പോകുന്നതെങ്കിൽ നമ്മുടെ പേഴ്സണൽ ID പ്രൂഫും അഡ്രസ് പ്രൂഫും വേണം, പിന്നെ ബിസിനസ് അഡ്രസ് പ്രൂഫ് വേണം, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം, അതുപോലെ തന്നെ ബിസിനസ് ഇൻകം പ്രൂഫ് വേണം. അങ്ങനെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രധാനമായിട്ടും ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്ന ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നിവയാണ്. ഇതിൽ ബെറ്റർ ആയിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് HDFC ബാങ്ക് ആണ്. HDFC ബാങ്കിന്റെ ടോപ്പ് വേരിയൻ്റ് കാർഡ് ബിസ് ബ്ലാക്ക് മെറ്റൽ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. മിഡ് വേരിയൻ്റ് ബിസ് ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. പിന്നെ ബെസ് വേരിയൻ്റ് എന്ന് പറയുന്നത് ബിസിനസ് മണി ബാക്ക് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ബിസിനസ് വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകളെ പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് yes എന്ന് കമൻറ്റ് ചെയ്യുക. ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി